ഭാരത നാവികസേനയുടെ ആളില്ലാ നിരീക്ഷണ ചെറുവിമാനമായ സെർച്ചർ മാർക്ക് 2 ഡീകമ്മീഷൻ ചെയ്തു. സമാനതകളില്ലാത്ത 22 വർഷത്തെ സേവനത്തിനൊടുവിലാണ് ഡീകമ്മീഷൻ. ദക്ഷിണ നാവികസേനയുടെ വ്യോമ കേന്ദ്രമായ INS ഗരുഡയിൽ നടന്ന ചടങ്ങിൽ സെർച്ചർ അവസാനമായി വ്യോമ നിരീക്ഷണം നടത്തി പറന്നിറങ്ങി. നാവികസേനയുടെ വ്യോമ നിരീക്ഷണ രംഗത്ത് പുതിയ അധ്യായം എഴുതി കുറിച്ച ആളില്ല ചെറുവിമാനമാണ് മാർക്ക് 2. ആകാശത്ത് വട്ടമിട്ട് പറന്ന ശേഷം റൺവേയിൽ ലാൻഡ് ചെയ്തതോടെ ചരിത്രത്താളുകളിൽ മറ്റൊരു അധ്യായമാണ് മറഞ്ഞത്. 2002 ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ സെർച്ചർ 22 വർഷത്തെ സേവനത്തിനൊടുവിലാണ് ഡീകമ്മീഷൻ ചെയ്യപ്പെട്ടത്. Do so with pride and gratitude. It's a legacy which will not be forgotten, and it has been much more than a machine. It has been a partner in our mission. It has been a silent sentinel who guarded our seas, who ensured that the picture over the sea was complete. വ്യോമ നിരീക്ഷണത്തിൽ നാവികസേനയുടെ കരുത്തായിരുന്നു സെർച്ചർ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിലും സെർച്ചറുകൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു. തീപിടുത്തത്തിൽ പുകയുയർന്നപ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ തീ പടർന്ന പ്രദേശം കണ്ടെത്തി അത് അണക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായമായിരുന്നത് സെർച്ചറാണ്. When we had a fire here in Brahmapuram, it was this aircraft searcher that broke that shield of smoke to enter and sight the seat of fire. Because there was so much smoke, no other aircraft or human being could have entered that area. It was the searcher aircraft that entered the area aerially and could sight the seat of fire, and thereafter we tackled and did the firefighting. സെർച്ചർ വിഭാഗത്തിലെ 5 വിമാനങ്ങളാണ് ഡീകമ്മീഷൻ ചെയ്തത്. INS ഗരുഡയിൽ നടന്ന ചടങ്ങിൽ സെർച്ചർ ക്രൂ അംഗങ്ങളെ ആദരിച്ചു. വ്യോമ നിരീക്ഷണത്തിൽ സൈന്യത്തിന്റെ കരുത്തായിരുന്നു ഈ ആളില്ല ചെറുവിമാനം. 22 വർഷത്തെ നിസ്തുലമായ സേവനത്തിനൊടുവിൽ വീരോചിതമായ യാത്രയപ്പേറ്റുവാങ്ങിയാണ് ഈ സെർച്ചറുകൾ ചരിത്രത്താളുകളിലേക്ക് മറയുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി.